ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർക്കുലാർ മോഷനും അതിൽ പെട്ട ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്, ആംഗുലാർ വെലോസിറ്റി എന്താണ്, ആംഗുലാർ ആക്സിലറേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ഈ ലീനിയർ വെലോസിറ്റി എന്താണെന്നും ആംഗുലാർ വെലോസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അവ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ വെലോസിറ്റിയും ഒക്കെ ഡെഫിനിഷൻ പഠിച്ചതാണ്. ഫസ്റ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എസ് ബൈ ആർ, തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ. അങ്ങനെയാണെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആർക്ക് ലെങ്ത്തിനൊരു എക്സ്പ്രഷൻ എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. ഈ ആറിനെ നമുക്ക് തീറ്റേൻ്റെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എസ്സിനൊരു ഇക്വേഷൻ കിട്ടും. എസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഇനി നമുക്ക് ലീനിയർ വെലോസിറ്റീൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. ഈ എസ്സിൻ്റെ സ്ഥാനത്ത് എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് നമ്മുടെ ആർക്ക് ലെങ്ത്ത്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ആർ ഇൻറ്റു തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആർ തീറ്റ ബൈ ടി എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് ആർ തീറ്റ ബൈ ടി എന്ന് കിട്ടി. ഇനി നമുക്കറിയാം തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ, ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി എന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ തീറ്റ ബൈ ടിക്ക് നമ്മൾ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടി. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഈ ആറ് ഇവിടെയുള്ള ആറും പിന്നെ തീറ്റ ബൈ ടി എന്നുള്ളത് ഒമേഗയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ഇതാണ് വി ആണ് ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അതാണ് ഈ ബോക്സിൽ ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. അടുത്തത് ഇതേപോലെ തന്നെ വേറൊരു റിലേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. നേരത്തെ നമ്മൾ ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞത്. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ അവ തമ്മിലുള്ള റിലേഷൻ നോക്കാൻ വേണ്ടി നമുക്ക് ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? എ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടി, ദറ്റ് ഈസ് V2 മൈനസ് V1 ബൈ ടി. അതിൽ നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാം അല്ലേ. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്തു. അപ്പോൾ ആ എക്സ്പ്രഷനിൽ നമുക്ക് V1നെയും V2നെയും നമുക്ക് എഴുതാം. ഇങ്ങനെ V1 ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ഒമേഗ 1ഉം V2 ഈസ് ഈക്വൽ ടു ആർ ഒമേഗ 2. അത് രണ്ടും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ V1 ഈസ് ഈക്വൽ ടു ആർ ഒമേഗ 1ഉം V2 ഈക്വൽ ടു ആർ ഒമേഗ 2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ഈക്വൽ ടു V2 മൈനസ് V1 ബൈ ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷനിൽ നമ്മൾ ഈ V1ഉം V2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ഒമേഗ 2 എന്ന് വരും. അതേപോലെ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ഒമേഗ 1 വരും ബൈ ടി ഓൾറെഡി ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ? ഇതിൽ രണ്ടിടത്തും ആറ് കോമൺ ആണ് അല്ലേ. ആ കോമൺ ഫാക്ടർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി എന്ത് വരും? ആർ ഇൻറ്റു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി. ഇനി നമുക്കറിയാം ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതല്ലേ. ചേഞ്ച് ഇൻ ആംഗുലാർ rate of change of angular velocity, that is alpha is equal to omega 2 minus omega 1 by t.
അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തിന് ω2 - ω1/Tക്ക് നമ്മൾ എന്ത് കൊടുക്കും? ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? A = R × ആൽഫ. എ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലറേഷനും ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷനും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ഇതാണ് നമുക്ക് ഈ ബോക്സിൽ കാണാം. ലീനിയർ ആക്സിലറേഷൻ A = R × ആൽഫ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ രണ്ട് റിലേഷനും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ജനറലായിട്ട് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് S നമ്മൾ പറഞ്ഞതാണ് S R × തീറ്റ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് റേഡിയസ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതേപോലെ തന്നെ V R ω, ദാറ്റ് ഈസ് വെലോസിറ്റി റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അതേപോലെ തന്നെ അതേപോലെ ആക്സിലറേഷൻ A R ആൽഫ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ എല്ലാതും നമുക്ക് ലീനിയർ ടേംസ്, അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ലീനിയർ വെലോസിറ്റി, ലീനിയർ ആക്സിലറേഷനൊക്കെ ആംഗുലാർ ടേംസുമായിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തതെന്ന് റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് റേഡിയസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ്. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടേബിളാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പീരീഡ് എന്ന് പറഞ്ഞ ടേമാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. അതായത് ഒരു സർക്കുലർ പാത്തിലൂടെ കറങ്ങാനെടുക്കുന്ന, ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്യാനെടുക്കുന്ന, അതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഇവിടെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഉണ്ടാവും? അതായത് ഒരു കംപ്ലീറ്റ് സർക്കിൾ കവർ ചെയ്യുമ്പോൾ അത് ടേൺ ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത്രയും ആംഗിൾസ് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഫുൾ സർക്കിൾ. ദാറ്റ് ഈസ് 2π റേഡിയൻ. അതായത് 360 ഡിഗ്രീനെ നമ്മൾ റേഡിയനിൽ പറയുമ്പോൾ 2π റേഡിയൻ. അപ്പോൾ ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2π റേഡിയൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ എന്താ? ആംഗുലാർ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 2π, അതായത് 2πയും അതിനെടുക്കുന്ന സമയം T പീരീഡായിട്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്ത്? ω θ/T ആണല്ലോ. θ/T, ആ തീറ്റയ്ക്ക് നമ്മൾ 2π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ Tക്ക് എന്ത് കൊടുത്തു? T എന്നും കൊടുത്തു. അപ്പോൾ എന്ത് വരും? ω = 2π/T എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. അങ്ങനെ നേരെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ T = 2π/ω, where ω is the angular velocity. This is the expression for time period. Okay.